മുഖ്യമന്ത്രി ആശാസമരത്തെ തള്ളിപ്പറഞ്ഞത് വളരെ മോശമായി പോയി. 60 ദിവസമായി നടക്കുന്ന സമരമാണ്. അത് സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന മുഴുവൻ വിവരങ്ങളും തെറ്റാണ്. ആശമാരെ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചില്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. 2019 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോരാ. നമ്മുടെ എംപിമാരടക്കമുള്ള ആളുകൾ കേന്ദ്ര സർക്കാർ ആശാ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന് ശക്തമായി പാർലമെന്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞതൊരു തെറ്റായ വിവരമാണ്. കാരണം സമരക്കാർ ഒത്തുതീർപ്പിന് തയ്യാറാവുന്നില്ല എന്നാണ് പറഞ്ഞത്. അവർ 21,000 രൂപയും റിട്ടയർമെന്റ് ബെനിഫിറ്റായി 5 ലക്ഷം രൂപ തന്നാലേ അവർ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന് പറഞ്ഞത് തെറ്റാണ്. അദ്ദേഹം ഈ ചർച്ചയ്ക്ക് വിട്ട മന്ത്രിമാരാണ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. അവരെ ഏറ്റവും അവസാനം ചോദിച്ചത് തൽക്കാലത്തേക്ക് ഒരു 3,000 രൂപയെങ്കിലും ഓണറേറിയം വർദ്ധിപ്പിക്കണം, ഒരു ചെറിയ തുകയെങ്കിലും റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊടുക്കണം, ഘട്ടം ഘട്ടമായി ഇത് തരണമെന്നാണ് അവരാവശ്യപ്പെട്ടത്. 7,000 രൂപയിൽ നിന്ന് 3,000 രൂപ വർദ്ധിപ്പിച്ച് 10,000 രൂപ ആക്കണം. അതുപോലും കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറല്ല എന്നുള്ളത് നിഷേധാത്മകമായ നയമാണ്. 1% ആളുകൾ മാത്രമേ ആശാസമരത്തിൽ പങ്കെടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അബദ്ധധാരണയാണ്. ആശാവർക്കർമാരുടെ കേരളത്തിൽ CPM അനുഭാവികളായ ആശാവർക്കർമാരുടെ വരെ പൂർണ്ണമായ പിന്തുണ ഈ സമരത്തിനുണ്ട്. ഈ സമരത്തിന് പ്രതിപക്ഷം പിന്തുണ കൊടുത്തിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ഈ സമരത്തിന്റെ കൂടെയാണ്. ഞങ്ങൾ അവർക്ക് ന്യായമായ അവരുടെ അവകാശം കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിൽ നിന്നും വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന സമരത്തിന് ഞങ്ങൾ പൂർണ്ണമായ പിന്തുണ കൊടുക്കും.